ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. രാവിലെ ജോലികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് വേണം പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് പിന്നെ കൂടുതൽ ജോലികൾ ചെയ്യൽ ബുദ്ധിമുട്ടാണ്. എങ്കിൽ തന്നെയും ഇന്നെനിക്ക് തിരിച്ച് വന്നിട്ട് ജോലികളുണ്ട്. കാരണം ബീഫൊക്കെ തണുപ്പൊന്നും മാറിയിട്ടില്ല. രാവിലെ എടുത്ത് പുറത്തിട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ വന്നിട്ട് വേണം വെക്കാനായിട്ട്. എങ്കിലും കുറച്ച് ജോലികളൊക്കെ ഒതുക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഒന്ന് അടിച്ച് വാരിയിട്ട് തുടച്ചിട്ടൊന്നുമില്ല. അടിച്ചൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ തുണികൾ വാഷ് ചെയ്ത് അതുമൊക്കെ മാറ്റിയിട്ട് കഞ്ഞിയെല്ലാം ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ബീഫും അതുപോലെ ചിക്കനും ഉണ്ട്. കുറച്ച് ചിക്കനേ ഉള്ളൂ. അപ്പോൾ ആ ചിക്കനും ഒക്കെ എടുത്തിട്ട് അത് റിച്ചാന് വേണ്ടിയിട്ടും പിന്നെ ബീഫ് ഞങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ തലേ ദിവസം ഇഡലി ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഇഡലി, പിന്നെ ഒരു ചട്നി ഉണ്ടാക്കണം, സാമ്പാർ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്, അതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രാവിലെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ രാവിലെ നമുക്ക് വീഡിയോ വർക്കില്ല, അതുകൊണ്ട് പിന്നെ ഇതൊക്കെ അങ്ങനെ ചെയ്ത് നിൽക്കാം. ഞാൻ മഴക്കാലം തുടങ്ങിയപ്പോൾ മുതൽ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് വിചാരിച്ചൊരു ടിപ്പ്, വീഡിയോ എടുത്ത് തീരുമ്പോഴായിരിക്കുള്ളൂ ഓർക്കുക. അതായത് വോയിസൊക്കെ ഇട്ട് കഴിയുമ്പോഴായിരിക്കും ഓർക്കണം, ഇന്നും പറഞ്ഞില്ല. അപ്പോൾ ഇന്നത് പറയാം. ഒരു ചെറിയൊരു ടിപ്പാണ് കേട്ടോ. നമ്മൾ ഈ നോട്ടൊക്കെ ചിലപ്പോൾ നനഞ്ഞു പോകില്ലേ, നമ്മുടെ മഴയത്തൊക്കെ. ഈ മഴക്കാലത്ത് പത്രം നനയുക, നോട്ട് നനഞ്ഞു പോവുക, കുട്ടികളുടെ ബുക്ക് നനഞ്ഞു പോവുക, പിന്നെ അത് ഉണക്കിയിടുകാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ ചെയ്ത ഒരു വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാലില്ലേ, നമ്മളുടെ പാല് വരൂലേ, പാല് ബ്ലിങ്കിറ്റിൽ ഒരു കവറിൻ്റെ അകത്ത് വരൂലേ, ബ്രൗൺ പേപ്പറിൻ്റെ കവറില്ലേ, ആ ബ്രൗൺ പേപ്പർ കവർ എപ്പോഴും നനഞ്ഞ് കുതിർന്നായിരിക്കുള്ളൂ ഈ പാലുമായിട്ട് വരുന്നത് കേട്ടോ. അതിങ്ങനെ വിട്ടു പോകാൻ രീതിയിൽ നനഞ്ഞ് കുതിർന്നിട്ടുണ്ടാകും, പാലിൻ്റെ ആ വെള്ളവും തണുപ്പ് ഒഴിച്ചിട്ട്. അപ്പോൾ ഇതുപോലത്തെ ബ്ലിങ്കിറ്റിൻ്റെ കവറിൻ്റെ കാര്യമുണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം മിക്കവാറും ഞാൻ ഈ കവറ് അങ്ങനെ തന്നെ പൊതിഞ്ഞിട്ട് പാല് ഫ്രിഡ്ജിലോട്ട് വെക്കാറുണ്ട്. കാരണം ചില സമയത്ത് പാല് കഴുകാൻ പറ്റിയിട്ടുണ്ടാവില്ല. പാലിൻ്റെ പാക്കറ്റ് കഴുകിയിട്ടാണ് സാധാരണ വെക്കണം. അപ്പോൾ ഞാനില്ലേ, ഏതായാലും പിന്നെ കഴുകാം, അപ്പോൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് അഴുക്കാകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പാലിൻ്റെ പാക്കറ്റ് ഈ ബ്ലിങ്കിറ്റിൻ്റെ ഈ നനഞ്ഞൊട്ടിയ കവറിൽ അങ്ങനെ വേഗം ഫ്രിഡ്ജിലോട്ട് മടക്കി വെക്കും കേട്ടോ. പിന്നെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇല്ലേ, ആ നനഞ്ഞൊട്ടിയത് മൊത്തത്തിൽ വെറുതെ പപ്പടം പോലെ ഉണങ്ങിയിരിക്കണം കാണാം. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഇത് നിങ്ങളോട് പറഞ്ഞു തന്നെ. ഈ നനഞ്ഞ സാധനങ്ങൾ, പേപ്പറുകൾ, ഇപ്പോൾ കുട്ടികളുടെ ബുക്കാണെന്നുണ്ടെങ്കിലും നോട്ടാണെന്നുണ്ടെങ്കിലും പത്രം, മിക്ക വീടുകളിലും പത്രം നനഞ്ഞു പോകാറുണ്ട് ഈ മഴക്കാലത്ത്. ഇത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് ചുമ്മാ എടുത്ത് വെച്ചാൽ, അത് ഏറ്റവും മുകളിൽ ഏറ്റവും തണുപ്പ് കിട്ടണ സ്ഥലത്ത് കയറ്റി വെച്ചാൽ മതി. ഇത്തിരി നേരം കഴിയുമ്പോൾ തന്നെ ഇത് പപ്പടം പോലെ ആയി കിട്ടും. അത്രയും ഉണങ്ങും, അതായത് ഒട്ടിച്ചെടുക്കാൻ പറ്റിയ രീതിക്ക് ആയി കിട്ടും കേട്ടോ. അത്രയും പെട്ടെന്ന് ഉണങ്ങും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്തോ. നനഞ്ഞ എന്തെങ്കിലും ഇങ്ങനെ പറ്റിയാൽ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചോ. അപ്പോൾ ഈ തുണികൾ ഉണങ്ങണ കാര്യമില്ലേ, നമ്മൾ മഴക്കാലത്ത് തുണികൾ നനഞ്ഞിട്ട് അങ്ങനെ ഉണങ്ങാതെ കിടക്കണമെന്ന് നമ്മൾ പറയൂലേ, അതും ഇതുപോലെ AC ഇട്ട റൂമിൽ കുറച്ച് നേരം ഒന്ന് AC ഇട്ടതിന് ശേഷം തുണികൾ അവിടെ ഒന്ന് വിരിച്ചിടുക. ഫാനിൻ്റെ അടിയിലിടുന്ന പോലെയല്ല, AC റൂമിൽ തുണികൾ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പപ്പടം പോലെ ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പം ഞാൻ ചെയ്തിട്ടില്ല, പക്ഷേ ഇവിടെ പപ്പയും റയനും റിച്ചാർഡും ഒക്കെ പറഞ്ഞേക്കാം, അവർ അങ്ങനെയാണ് തുണി ഉണക്കണേന്ന് ഷിപ്പിൽ. അവരുടെ വാഷ് ചെയ്ത തുണികളൊക്കെ ഇല്ലേ, അവർ വേഗം കൊണ്ടുവന്നിട്ട് അവരുടെ റൂമിൽ കൊണ്ടുവന്നിട്ട് വിരിച്ചിടും. അപ്പോൾ AC ഓൺ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഉണങ്ങി കിട്ടുമെന്നാണ് പറഞ്ഞത്. നല്ല പപ്പടം പോലെ ഉണങ്ങി കിട്ടുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതും അത്യാവശ്യക്കാർക്ക് ട്രൈ ചെയ്യാം. ഞാൻ ചെയ്തില്ല, പക്ഷേ നമ്മൾ വീട്ടിലെല്ലാവരും ചെയ്ത ആളുകളാണല്ലോ, അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പള്ളി പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ്. അപ്പോൾ ഇഡലി ഉണ്ടാക്കി, ഇനിയിപ്പോൾ കാപ്പി വേണ്ടവർക്ക് കാപ്പിയൊക്കെ എടുത്ത് ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കേണ്ടവർക്ക് ഒഴിച്ച് പപ്പക്ക് കൊടുക്കാനുള്ളതൊക്കെ എടുത്ത് വെച്ച് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ രാവിലെ. ഇതും കഴിഞ്ഞിട്ട് പിന്നെ ഞാനും റോജറും കൂടിയിട്ടാണ് പള്ളിയിൽ പോയത് കേട്ടോ. അങ്ങനെ ഞാനും റോജറും കൂടി വേഗം പള്ളിയിലേക്ക് പോയി. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഏത്തപ്പഴം പുഴുങ്ങിയത് എന്നെ കൂടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ റിച്ചാർഡിനത് കാണുന്നതേ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ഏത്തപ്പഴം കൂടെ പുഴുങ്ങണില്ല. എങ്കിലും ഞാൻ ചിങ്ങമ്പഴം ഏത്തപ്പഴമൊക്കെ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്, വെറുതെ അതിൻ്റെ കൂട്ടത്തിൽ ആരെങ്കിലും കഴിക്കണമെങ്കിൽ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇഡലിയൊക്കെ തിന്നതിന് കുറച്ചധികം നേരമൊന്നും നമുക്ക് നിൽക്കാൻ പറ്റില്ല, പെട്ടെന്ന് വിശക്കും. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി പഴം എന്തെങ്കിലും കൂടെ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് അവിടെ വെച്ച്
അങ്ങനെ ഞാനും റോജറും കൂടി പോണേ. അപ്പോൾ എൻ്റെ ഈ ചുരിദാർ എവിടെ നിന്നാണെന്നൊക്കെ കുറേ കമൻസ് ഇങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ ഈ ചുരിദാർ ഇട്ട് പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷമാണ് നമ്മൾ ഇന്നലത്തെ ഷോപ്പിംഗ് വീഡിയോ കാണിച്ചത്. ഈ ചുരിദാറാണെന്ന് തോന്നുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടാകുന്നത് എവിടെ നിന്നാണെന്ന്. അപ്പോൾ ഈ ചുരിദാർ നമ്മുടെ റോജർ എനിക്ക് ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നതാണ്, ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഷോള് ഞാൻ വേറെ മേടിച്ചിട്ട് അതിൻ്റെ കൂടിയിട്ട് ഷോളില്ല. നല്ലൊരു ഡ്രസ്സാണ്, എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയൊരു ഡ്രസ്സാണ് ഇട്ടിട്ട്. ഒരു സൈസ് കുറവായിരുന്നു അവനന്ന് അത് കൊണ്ടുവന്നിട്ടുണ്ടാകുന്നത്. ഞാൻ ഡബിൾ എക്സലാണ് എടുക്കുന്നത്, ഇത് എക്സലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. എക്സലും എനിക്ക് കറക്റ്റാണ്. ഡബിൾ എക്സലാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്തിരി ലൂസായിരിക്കും, എനിക്ക് ഇത്തിരി ലൂസായിട്ടുള്ളതാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഡബിൾ എക്സൽ അല്ലാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ സൈഡിൽ നിന്ന് അഴിച്ചിട്ട് ഇത്തിരി നീക്കി അങ്ങോട്ട് തയ്ച്ച് ഇത്തിരി ലൂസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോഴും കറക്റ്റാണ്. അപ്പോൾ അങ്ങനെ കിട്ടിയൊരു ചുരിദാറാണത്. വില ഇത്തിരി കൂടുതലാണ് ആ ചുരിദാറിന്, നല്ലൊരു മെറ്റീരിയലാണ്. 1600 രൂപക്ക് റോജർ മേടിച്ച ഒരു ഡ്രസ്സാണ്, നല്ല ഡ്രസ്സാണ്. അയ്യോ അത് ഇടുമ്പോൾ ഞാനിപ്പോൾ അത് തന്നെ സ്ഥിരം ഇട്ടുകൊണ്ട് നടക്കണേണ്. ഷോള് മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു മാച്ചിങ് ആയിട്ട് ഇടാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ വെള്ള ഷോളാണ് അതിനെ കൂടി പള്ളിയിലൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നത് നേരത്തെ, അപ്പോൾ ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ ഷോള് മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് നല്ലൊരു ഡ്രസ്സാണ്. അങ്ങനെ നമ്മൾ പള്ളിയിൽ നിന്നൊക്കെ പോന്നു കഴിഞ്ഞ് റോജർ പതിവ് പോലെ എന്നെ പോകണ്ടാത്ത വഴികളിലൂടെ കാഴ്ചകൾ കാണിക്കാൻ പോകുന്നതാണ് കേട്ടോ. പള്ളിയിൽ നിന്ന് ഇറങ്ങിയാൽ പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് എത്താം, വേറെ വഴി കൂടി പോകണമെന്നുണ്ടെങ്കിൽ. ഈ വഴി കൂടി പോകേണ്ട ആവശ്യമേ ഇല്ല, എങ്കിലും ഇതൊക്കെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ചുറ്റിക്കറക്കണേണ് തന്നെ. അപ്പോൾ ഇത് 2 തവണ ഇതിൽ കൂടി ചുറ്റിക്കറങ്ങി. കാരണം നമ്മൾ ആദ്യം അവിടെ നിന്ന് ഇങ്ങോട്ട് ആ ബിഗ് ബീഡ് ഹൗസിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്ന സമയത്ത് അവിടെ കുട വിൽക്കണത് കണ്ടിട്ടുണ്ടായിരുന്നു. കുട വിൽക്കണത് കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് സ്പീഡിൽ വണ്ടി ഇങ്ങ് ഓടിപ്പോകുന്ന കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, എടാ അവിടെ കുട വിൽക്കണ്ടായിരുന്നു, കുറച്ച് നാളായി നമ്മളൊരു കുട മേടിക്കണമെന്ന് വിചാരിച്ച് നിൽക്കണത്. ബ്രാൻഡഡ് കുടയെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് 1200 രൂപയൊക്കെ കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ മേടിക്കുമ്പോഴത്തേക്ക് നല്ല കുട തന്നെയാണ്, നമുക്കധികം വിലയില്ലാതെ മേടിക്കാം. അങ്ങനെ 2ാമത്തെ പ്രാവശ്യം എന്ത് ചുറ്റിക്കറങ്ങി തന്നെയാണ് ഈ കാണുന്നത് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ വണ്ടി ഒന്ന് തിരിച്ചെടുക്കാം. എങ്കിലും ഞാൻ വീണ്ടും സ്ഥലങ്ങളൊക്കെ കണ്ട് സന്തോഷമായിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആ ചുറ്റിക്കറങ്ങി വീണ്ടും വന്നത് കേട്ടോ. ആ ഗ്രൗണ്ടിൻ്റെ 2 പ്രാവശ്യം വലം വെച്ച്. ഇതാണ് മേടിച്ച കുട കേട്ടോ, ഒരു പ്രസ്സിങ് അംബ്രല്ലയാണ്, ഭയങ്കര വലിയ സൈസ് കുടയാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുൻപ് നമ്മൾ ഇതുപോലത്തെ ഒരു 2 കുടയും ഇങ്ങനെ വഴിയിൽ നിന്ന് തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു പണ്ട്. ഒരെണ്ണം മഴവിൽ കളറുള്ളത്, പിന്നെ വേറൊരു ന്യൂസ് പേപ്പറിൻ്റെ പ്രിൻ്റ് ഉള്ളത്. അത് 2 നല്ല കുടകളായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വഴിയിൽ നിന്ന് തന്നെ 3ാമത്തെ ഒരു കുടയും കൂടി മേടിച്ചത്. കുറേ അധികം നാൾ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ വലിയൊരു കുടയൊക്കെ മേടിച്ച് 450 രൂപയാണ്. ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വില കുറയുമായിരിക്കാം. നമ്മൾ അങ്ങനെ നിന്നില്ല. ഒന്നാമത് മഴയത്തവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഈ കുട തുറന്നതാ മഴയത്തേക്കാണ് ഇറങ്ങിയതും, അവിടെ വേറെ സ്ഥലമില്ല. അപ്പം അങ്ങനെ മഴയത്ത് നിന്നൊക്കെ മേടിച്ച് ഇത് തന്നെ മേടിച്ചിട്ട് പോന്നു. ഫസ്റ്റ് ഒരു കുട എടുത്ത് തന്നെ മേടിച്ചിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ബാർഗെയിൻ ചെയ്യാൻ നിന്നില്ല, 450 രൂപ കൊടുത്തിട്ട് മേടിച്ചിട്ടും പോന്നു. അങ്ങനെ വീട്ടിൽ വന്ന് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച്, അപ്പോൾ പപ്പയും റയനും റിച്ചാർഡും 3 ആളും കഴിച്ചിട്ടുണ്ടായിരുന്നു. അവർ 3 ആളും പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നില്ല, അവർ വൈകുന്നേരം പോയത്. അപ്പോൾ അവർ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വരുമ്പോൾ അവർ കഴിച്ചു. പപ്പ നേരത്തെ ഞാൻ കൊടുത്തിട്ട് പപ്പ കഴിച്ച് കഴിഞ്ഞിട്ടൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വരുമ്പോഴത്തേക്കും റിച്ചാർഡ് റയനും കൂടി ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. എല്ലായിടത്തും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ല. പിന്നെ അവരുടെ കൂട്ടത്തിൽ ഇരുന്നിട്ട് ഞാൻ റോജറും ഒക്കെ കഴിച്ച് അതും കഴിഞ്ഞ് വന്ന് ബീഫൊന്ന് കട്ട് ചെയ്ത് കഴുകിയൊക്കെ എടുത്ത് ഉള്ള ചിക്കൻ. അപ്പോൾ ചിക്കനാണെന്നുണ്ടെങ്കിൽ ലെഗ് പീസൊക്കെയാണ്, അത് റിച്ചാർഡ് കഴിക്കൂല. അപ്പോൾ പിന്നെ തീർന്നിരിക്കണതുകൊണ്ട് വേറെ പീസുകളൊന്നുമില്ല. ലെഗ് പീസിൽ നിന്ന് തന്നെ എല്ലൊക്കെ അങ്ങോട്ട് മാറ്റി ദശയൊക്കെ പതിയെ കട്ട് ചെയ്തെടുത്ത്. അതും അവന് ഇഷ്ടമല്ല അങ്ങനെ കട്ട് ചെയ്യണത്. ലെഗ് പീസിൻ്റെ ദശ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവൻ കഴിക്കൂല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ അവനറിയിക്കാത്ത രീതിയിൽ അതുമൊക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ എടുത്ത് അവിടെ വെച്ച്. അപ്പോൾ ഇന്നും ബീഫ് റോസ്റ്റ് തന്നെയാണ് വെക്കണത്. റയന് ഉരുളക്കിഴങ്ങൊന്നും ഇട്ട് വെക്കേ വേണ്ട, ബീഫ് റോസ്റ്റ് തന്നെ, വിന്താലും വേണ്ട. അങ്ങനെ നമ്മൾ ബീഫ് റോസ്റ്റ് തന്നെയാണ് ഇന്ന് ഇത്തിരി വേറെ ഒരു വ്യത്യസ്തമായ രീതിയിൽ. അപ്പോൾ അതിനകത്തിടേണ്ട പച്ച സവാള അങ്ങോട്ട് മാറ്റി വെച്ചാണ്ട്, പച്ചക്ക് ഇടാനുള്ള സവാള ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചു, ഏറ്റവും അവസാനം സവാള അങ്ങനെ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാളയൊക്കെ അതിനകത്തേക്ക് ഇട്ട്, സവാള അധികം ഇട്ട് വേവിക്കില്ല, അതിനകത്തേക്ക് ഒരു അത്യാവശ്യത്തിനുള്ള സവാള മാത്രമേ ഇടുള്ളൂ. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ എല്ലാ പൊടികളും ഇടാം, മല്ലിപ്പൊടി ഒഴികെ എല്ലാ പൊടികളും ഇടുന്നുണ്ട് കേട്ടോ. ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഇത്തരം പൊടികൾ ഇട്ടിട്ട്
ഇനി പൊടികളൊന്നും നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കില്ല. നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അവസാനം കുരുമുളക് പൊടിയൊക്കെ ഒരിത്തിരി അതിൻ്റെ മീതെ ഇട്ട് കൊടുക്കാമെന്നേ ഉള്ളൂ. അല്ലാതെ ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ വെച്ച ഒരു ബീഫ് റോസ്റ്റ്, കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ വെച്ച ബീഫ് റോസ്റ്റിൻ്റെ അകത്ത് നമ്മൾ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ മാത്രമാണ് ആദ്യം പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് നമ്മൾ ഗരം മസാലയൊക്കെ വീണ്ടും ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതിനകത്ത് എല്ലാ പൊടികളും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. ബീഫ് റോസ്റ്റ് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കാം, നല്ല ടേസ്റ്റാണത്. ഇപ്പം നമ്മളിവിടെ ബീഫ് റോസ്റ്റൊക്കെ മേടിക്കണില്ലേ, ഈ ബീഫ് റോസ്റ്റിനൊന്നും ടേസ്റ്റില്ലെന്നാണ് കുട്ടികൾ സാധാരണ പറഞ്ഞത്. കാരണം മമ്മി ഉണ്ടാക്കുന്ന ബീഫ് റോസ്റ്റ് ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞത്. അത് ഏത് രീതിയിൽ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ബീഫ് റോസ്റ്റ്. പിന്നെ ഇത് റിച്ചാന് വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് വറുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പെരിഞ്ജീരകം, മല്ലിയില, ഉപ്പ് ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട്, പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കോൺഫ്ലോർ ഇത്രയും ചേർത്ത് നന്നായിട്ട്, പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ നമ്മുടെ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് അവിടെ മാറ്റി വെച്ച്, പിന്നെ ഇനി ബീഫ് റോസ്റ്റിൻ്റെ കാര്യം കഴിഞ്ഞിട്ട് ഇതും അതിൻ്റെ കൂടെ അങ്ങോട്ട് വറുക്കാമെന്ന് വെച്ച്. കാരണം ഇത് കുറച്ച് നേരം നമുക്ക് മാറ്റി വെക്കണം. അങ്ങനെ അതും കൂടി ചെയ്ത് വെച്ചിട്ട്, അപ്പോൾ ഇതൊക്കെ രാത്രിത്തേക്ക് തികയൂലെന്നുള്ളത് എനിക്കറിയാം. അത്ര ഉള്ളു സാധനങ്ങൾ. റിച്ചാൻ്റെ ബീഫ് ഇത് ചിക്കൻ ഫ്രൈ തികയും, മറ്റുള്ള ബീഫ് റോസ്റ്റ് തികയൂലെന്ന് എനിക്കറിയാം. കാരണം അത് കുറച്ചേ ഉള്ളൂ. എങ്കിലും രാത്രി വേറെ ഇത്തിരി എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇനി ബീഫൊക്കെ അവിടെ ഇരുന്ന് വെന്ത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നിപ്പോൾ ബീഫ് കുറവായതുകൊണ്ട് നമുക്ക് ഈ ചട്ടി ഇത് മതിയാവും, ഈ കടായിൽ ചെയ്യാൻ പറ്റും. കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഈ കടായിൽ ചെയ്യാൻ പറ്റില്ല. ഇൻഡസ്ട്രിയുടെ പാത്രങ്ങൾ അങ്ങനെ വലിയ പാത്രങ്ങളില്ല. മാക്സിമം ഒരു ബീഫ് റോസ്റ്റൊക്കെ ഇങ്ങനെ ഇളക്കണമല്ലോ നമ്മൾ ഇട്ടിട്ട്. അപ്പോൾ ഇങ്ങനെ ഇളക്കി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു 3/4 കിലോയൊക്കെ ഇതിനകത്ത് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് അധികം ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ഈ പാത്രത്തിൽ, ഇരുമ്പിൻ്റെ പാത്രം ചെയ്യുമ്പോഴാണ് കേട്ടോ നല്ല ഒരു പ്രത്യേക ഒരു ടേസ്റ്റൊക്കെ ഉള്ളത്. അപ്പോൾ അത് വെള്ളത്തോടു കൂടി തന്നെ ഇടണം. ഈ പറഞ്ഞ പോലെ ബീഫ് വെന്ത് പോകാതെ തന്നെ എടുക്കണം. വെന്ത് പോയാൽ പിന്നെ ഈ പരിപാടി നടക്കില്ല. അങ്ങനെ അത് വെള്ളം വറ്റിച്ച് എടുത്തതിന് ശേഷം വെള്ളം മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റും ഒക്കെ പോയി. കാരണം അതിൽ മസാലകളെല്ലാം ഉള്ളത്. നമ്മൾ ഒട്ടും വെള്ളം വെക്കാതെയാണ് വേവിക്കണതെങ്കിലും വെള്ളം ഉണ്ടാവും. അപ്പോൾ ഒരു ഇത്തിരി എണ്ണയും കൂടിയൊക്കെ ഒഴിച്ചു കൊടുത്ത്, അപ്പോൾ റൈസ് ബ്രാൻ ഓയിലാണ് ഞാൻ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വെളിച്ചെണ്ണക്കൊക്കെ ഭയങ്കര വില കൂടി നിൽക്കണതല്ലേ. വളരെ കുറച്ച് വെളിച്ചെണ്ണയാണ് അല്ലെങ്കിൽ തന്നെ നമ്മളത് വീട്ടിൽ യൂസ് ചെയ്യുക. കാരണം റൈസ് ബ്രാൻ ഓയിൽ കൂടുതൽ എല്ലാത്തിനും തന്നെ ഉപയോഗിക്കാറുണ്ട്. മീൻ കറിക്ക്, മുട്ട പൊരിക്കണതിന്, അങ്ങനെയൊക്കെയാണ് നമ്മൾ വെളിച്ചെണ്ണ കൂടുതൽ ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ ബീഫ് റോസ്റ്റൊക്കെ ഉണ്ടാക്കാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ പിന്നെ വെളിച്ചെണ്ണക്ക് വില കൂടിയതുകൊണ്ട് റൈസ് ബ്രാൻ ഓയിൽ. പിന്നെ മീൻ വറുക്കുന്നത് ഇവിടെ വെളിച്ചെണ്ണയിൽ വറുക്കണത് തന്നെയാണ് തൃപ്തി. കാരണം ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മീൻ വറുത്തപ്പോഴത്തേക്കും റൈസ് ബ്രാൻ ഓയിൽ വറുത്തിട്ട് റോജറിനെ ഛർദ്ദിക്കാൻ പറ്റി. ആ ഒരു വെളിച്ചെണ്ണയുടെ ടേസ്റ്റിലാണ് മീൻ നല്ലതെന്ന് പറഞ്ഞ്. അതുകൊണ്ട് അതൊക്കെ ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുക. അല്ലാതെ ഭൂരിഭാഗം കാര്യങ്ങൾ റൈസ് ബ്രാൻ ഓയിലിൽ തന്നെയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് നല്ല ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം സവാളയും വേപ്പിലയൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്ത് മൂടി വെച്ച് അതിൻ്റെ ആവിയിൽ അത് നല്ലൊരു ടേസ്റ്റിൽ വരും. വേവിച്ച് കളയരുതിട്ടിട്ട്. പിന്നെ റിച്ചാൻ്റെ ചിക്കൻ ഫ്രൈയും ആയിട്ടുണ്ട്. ആ ചിക്കൻ ഫ്രൈയുടെ ഒപ്പത്തിൽ ചോറ് വേണ്ട, നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞേക്കണം. അത് രണ്ടും കൂടി നല്ല കോമ്പിനേഷനാണ്. ശരിക്കും ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കണ പോലെ തോന്നണമെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് നേരത്തെ ഒരു ദിവസം അങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നും പുള്ളിക്ക് അത് വേണമെന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ അവനുള്ള നൂഡിൽസ് കൂടിയിട്ട് ഉണ്ടാക്കണം. അപ്പോൾ ഈ സാലഡും കൂടിയിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടാണ്. പിന്നെ ഞാനില്ലേ പണ്ട് പപ്പയുടെ അമ്മ പറഞ്ഞത് ആ ഒരു ഓർമ്മ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഞാനിത് പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ട്, അവനവൻ്റെ മോണയാണ് കണ്ടവൻ്റെ പല്ലിനേക്കാളും നല്ലതെന്ന്. അതിലൊക്കെ എത്ര വലിയ അർത്ഥങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ. പപ്പയുടെ അമ്മ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ മനസ്സിലെപ്പോഴും സൂക്ഷിച്ചു വെക്കാറുണ്ട്. കാരണം വളരെ അർത്ഥവത്തായ കാര്യങ്ങളാണ് ആ പറയണതൊക്കെ. വളരെ ബുദ്ധിപരമായിട്ടുള്ള, അന്നേ അത് ആർക്കും ഇങ്ങനെ പെട്ടെന്ന് മനസ്സിലാകുകയില്ല. അപ്പോൾ അന്നൊക്കെ ഞാനിത് കേൾക്കുമ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിലും
ഞാനത് ഇരുന്നിട്ട് ചിന്തിക്കാറുണ്ട്. അമ്മ പറയണ എല്ലാ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കി എടുക്കാറുണ്ട്. അമ്മ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യൊന്നുമില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഞാൻ വിചാരിക്കും അമ്മയുടെ മക്കളെക്കാളും കൂടുതൽ ഞാനാണ് അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇങ്ങനെ എൻ്റെ ജീവിതത്തിലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കണമെന്ന് എനിക്ക് തോന്നാറ്. കാരണം പപ്പക്ക് ഈ അമ്മ പറഞ്ഞ ഒരു കാര്യങ്ങളും പപ്പക്ക് അറിയാൻ പാടില്ല. അതാണ് ഞാൻ ഓർക്കുന്നത്. അപ്പം ഞാൻ എപ്പോഴും പറയും, പപ്പയുടെ സ്വന്തം അമ്മയല്ലേ, ഞാൻ എത്ര നാളായി കണ്ടിട്ട്, നിങ്ങൾ ജനിച്ചപ്പോൾ തുടങ്ങി കാണുന്ന അമ്മ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾക്കറിയില്ലല്ലോ, ഞാൻ എന്തോരം കാര്യങ്ങൾ അമ്മയുടെ കയ്യിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ ഞാൻ പറയാറുണ്ട് കേട്ടോ. കാരണം ഞാൻ ആര് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കാറുണ്ട്, ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാറുണ്ട്, പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകും കേട്ടോ. അപ്പം നമ്മളുടെ കറികളൊക്കെ റെഡിയായി, ഞാൻ ചാറൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനെയൊക്കെ തന്നെ അങ്ങോട്ട് പോയിട്ട കാര്യങ്ങൾ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ റൂബിയും കൂടി കിടക്കാൻ വന്നപ്പോഴത്തേ റോജർ വന്ന് അവിടെ കിടന്നു കേട്ടോ. പിന്നെ റോജറിൻ്റെ ഫോണിൽ ഫിൽറ്ററൊക്കെ ഇട്ടിട്ട് എൻ്റെ രൂപം ഭാവമൊക്കെ മാറ്റി തമാശയും കളിയൊക്കെ ഇട്ട് അങ്ങനെ കുറേ നേരം കിടന്നു. അപ്പോൾ റൂബിക്ക് അത്ര ഇഷ്ടപ്പെടണില്ല, റൂബിക്ക് അമ്മ മാത്രമായിട്ട് കിടക്കണം. അങ്ങനെ റൂബി അതിൻ്റെ ഇടയിൽ ഇഷ്ടമില്ലാതെ ഇവൻ പോണില്ലല്ല എന്നുള്ളൊരു വിഷമത്തിൽ കിടക്കണേണ്. എങ്കിലും റോജർ പറഞ്ഞ് നിൻ്റെ മാത്രമല്ല അമ്മ, എൻ്റെ അമ്മയാണ്, ഞാൻ ഇത്തിരി നേരം കിടക്കട്ടെ എന്നും പറഞ്ഞ് അവളോട് വഴക്ക് പിടിച്ചിട്ടാണ് ഈ വന്ന് കിടക്കണത് കേട്ടോ. അങ്ങനെ കുറേ നേരം കിടന്ന് ഈ ഇതൊക്കെ കാണിച്ച് ഫിൽറ്ററൊക്കെ ഇട്ട് എൻ്റെ കരയണ മുഖം പോലത്തേക്കാക്കി അങ്ങനെയൊക്കെ കുറേ തമാശയും കളിയൊക്കെ ഇട്ട് അങ്ങനെ കിടന്ന് കുറേ നേരം. അപ്പോൾ ഉറങ്ങാനൊന്നും പറ്റില്ല, കുറച്ച് നേരം കിടന്നിട്ട് അങ്ങനെ എഴുന്നേറ്റ് പിന്നെ ചായ ഇടാനൊക്കെ പോയി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കറികളൊക്കെ രാത്രി കുറവായിരിക്കുള്ളൂ. ചിക്കൻ ഫ്രൈ ഉണ്ട് റിച്ചാന്, പിന്നെ കുറച്ച് ബീഫ് ഫ്രൈ ഉണ്ട്, ബീഫ് റോസ്റ്റ് ഉണ്ട്. അത് 2 കുട്ടികൾക്ക് റോജറിനും റയനും കൂടിയിട്ട് കൊടുക്കണം. അപ്പോൾ എനിക്കും പപ്പക്കും കറിയൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു മുട്ടയും കൂടി തിളപ്പിച്ച് വെക്കാം, അത് കുട്ടികൾക്കും കൂട്ടത്തിൽ അത് കൊടുക്കാം. കാരണം ബീഫ് റോസ്റ്റ് മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ എന്തെങ്കിലും കൂടി കൊടുക്കാമെന്ന് വെച്ചാൽ അതും കൂടി ചെയ്യണം. അപ്പോൾ ഇല്ലേ ഞാൻ ഈ അമ്മ പറഞ്ഞ കാര്യമുണ്ടല്ല, അവനവൻ്റെ മോനെയാണ് കണ്ടവൻ്റെ പല്ലിനെ കാട്ടിയും ബെറ്റർ എന്ന് പറഞ്ഞില്ലേ, ആ ഒരു സംഭവം എനിക്ക് പറയാൻ തോന്നിയതിൻ്റെ ഒരു കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായ തർക്കം നടക്കുന്ന നമ്മുടെ രേണുസുധിക്ക് വീട് കൊടുത്ത കഥ, അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കത് പറയണമെന്നുള്ള ഒരിത് തോന്നി. കാരണം നമ്മൾ ദാനമായിട്ട് എന്ത് സ്വീകരിച്ചാലും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകും, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ നമ്മളുടെ കൊണ്ട് നമ്മൾ വേർത്തുണ്ടാക്കിയ പൈസ വെച്ചിട്ട് നമ്മളൊരു വീട സ്ഥലവ എന്ത് സാധനങ്ങളും നമ്മൾ സ്വന്തമാക്കിയാൽ അതിൻ്റെ മീതയിൽ ഒരാൾക്കും ഒന്നും വന്നിട്ട് അവകാശം ചോദിക്കാനോ പറയാനോ ഇല്ല. അപ്പോൾ ഈ അമ്മ പറഞ്ഞ ഈ വാക്കിൻ്റെ അർത്ഥം എനിക്ക് ഇങ്ങനെ ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും വളരെ സത്യമാണെന്ന് തോന്നി. ഈ 2 കൂട്ടരും മാനസികമായി വിഷമിക്കുന്നുണ്ട്. ഈ പൈസ കൊടുത്തവരും വീട് വെച്ച് കൊടുത്തവരും ഇത് കിട്ടിയവർക്ക് അവരുടെ മാനഹാനി, അങ്ങനെ 2 കൂട്ടർക്കും വലിയൊരു പ്രശ്നമായി കിടക്കണം. അതിൻ്റെ ഇടയിലൊരു ബിഷപ്പ്, ആ സ്ഥലം കൊടുത്ത ബിഷപ്പ്, ആ പുള്ളിക്കും വളരെയധികം മാനഹാനി സംഭവിച്ചെന്നാണ്. അപ്പോൾ ഇത് സ്വീകരിച്ചവരും നിന്ന് ഉരുകിക്കൊണ്ട് നിൽക്കണേണ്. കൊടുത്തവർക്ക് വൈരാഗ്യം, സ്വീകരിച്ചവർ ഉരുകുന്നു. ഇത് കാണുമ്പോൾ നമുക്ക് 2 കൂട്ടരോടും വിഷമം തോന്നുന്നുണ്ട്. 2 കൂട്ടരുടെ അവസ്ഥ വളരെ മോശമായിട്ട് തോന്നി. അതും സോഷ്യൽ മീഡിയയിലേക്ക് ഇത് വന്നതുകൊണ്ട് ലോകം മുഴുവൻ ഈ ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ യൂട്യൂബിലൂടെ എല്ലാവരും കാണുന്നത്, നിങ്ങളും കാണുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് പറഞ്ഞു പോയത്. ഈ അമ്മയൊക്കെ പറയുന്ന ആ വാക്കുകളുടെയൊക്കെ അർത്ഥമില്ലേ, എത്ര മഹത്തായ അർത്ഥങ്ങളാണ്. പണ്ടത്തെ ആളുകളുടെ ആ ഒരു പഴഞ്ചൊല്ല് പോലത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, എത്ര അർത്ഥവത്താണെന്നാണ് ഞാൻ ഓർക്കുന്നത്. പക്ഷേ ആർക്കും തന്നെ ജോലി എടുക്കാതെയൊക്കെ കാര്യങ്ങളൊക്കെ കൈപ്പിടിയിൽ ഒതുങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ്, മേലനങ്ങാൻ കഴിയില്ല. അപ്പം അങ്ങനെയുള്ള കുറേ ആളുകളുണ്ട്, അതൊക്കെ പറഞ്ഞാൽ തീരില്ല, ഒരുപാട് കഥകളുണ്ടത് അതിനെക്കുറിച്ച്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇത്ര മാത്രം, നമുക്ക് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊതുങ്ങിയാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ബഹുമാനം വളരെ വലുതാണ്. നമ്മളുടേതല്ലാത്ത ഒരു സാധനം നമ്മൾ മേടിച്ച് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മളെ ഭരിക്കാനുള്ള ആളുകളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമുക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ജീവിച്ചു പോകാൻ ശ്രമിക്കുക. അത് ആണ് ഇന്നത്തെ ഒരു ഇതെനിക്ക് പറയണമെന്ന് അങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുക. കാരണം ഈ രേണുസുധി ഭയങ്കര ചർച്ചാ വിഷയമാണ് യൂട്യൂബിൽ. അപ്പോൾ അത് ഞാൻ കുറേ കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വിഷമം തോന്നി, ആ കുട്ടിയുടെ ഭാഗത്ത് നിന്നിട്ടും വിഷമം തോന്നി, ഇത് കൊടുത്തവരുടെ ഭാഗത്ത് നിന്നും വിഷമം തോന്നി, അങ്ങനെ. അപ്പോൾ അത് തീർന്നു. അപ്പോൾ ഇല്ലേ മുട്ട തിളപ്പിച്ചതോടുകൂടി അന്നത്തെ സൺഡേ കാര്യം കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ.
ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലെ പ്രത്യേകിച്ചൊരു ജോലിയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പപ്പക്ക് കണ്ണട മേടിക്കാൻ പോണ സീനാണ്. കാരണം എൻ്റെ കണ്ണട എടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 15,000 എൻ്റെ കണ്ണടയുടെ ആ ഒരു വില പറഞ്ഞത്. ആ ഒരു വിലക്ക് തന്നെ ലെൻസ് കാർട്ടിൽ നിന്ന് ഒരു കണ്ണടയും കൂടി അവർ 2 എണ്ണം ഇട്ടാണ് തരണത്. അപ്പോൾ അതിനൊരു കണ്ണട എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. ഒരെണ്ണം ഇട്ട് അവർ തരൂല. അപ്പോൾ ഒരാവശ്യമില്ല പപ്പക്ക് കണ്ണടക്ക്. എനിക്കും സത്യം പറഞ്ഞ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ കണ്ണടയുടെ ഫ്രെയിമിനാണ് ചെറിയൊരു ചരിവുണ്ടായിരുന്നത്. അത് റിച്ചാർഡ് എന്നെ കൊണ്ടുപോയിട്ട് റിച്ചാർഡിന് കണ്ണട മേടിക്കണം, അപ്പം മമ്മിക്കും കൂടി മേടിക്കാമെന്ന് പറയും. പക്ഷേ അവൻ എനിക്ക് വേണ്ടി മാത്രമാണ് കൊണ്ടുപോയത് എന്നുള്ളത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്. അവൻ കണ്ണട എടുത്തില്ല. പിന്നെ ഈ ഒരു കണ്ണട ആർക്കെങ്കിലും എടുക്കണ്ടേ? അപ്പോൾ എനിക്കാണെങ്കിൽ പവറിന് യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. എന്നിട്ട് സെയിം പവറുള്ള ഗ്ലാസ് തന്നെ വെച്ചിട്ട് പുതിയ ഫ്രെയിം ഇട്ടെന്ന് മാത്രം. അപ്പോൾ അതിനാണ് ഈ 15,000 രൂപ വെറുതെ വേസ്റ്റാക്കിയത്. അപ്പോൾ അടുത്ത കണ്ണട മേടിക്കാൻ പപ്പനെയും കൊണ്ട് ചെന്ന സീനാണത്. കാരണം ആർക്കെങ്കിലും മേടിച്ചില്ലെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ മേടിച്ചില്ലെങ്കിൽ അത് പോവും. അപ്പോൾ അങ്ങനെ പപ്പക്കൊരു പപ്പക്കൊരു കുഴപ്പമില്ല കണ്ണടക്ക്. എങ്കിലും സെയിം പവറും തന്നെയാണ് ടെസ്റ്റ് ചെയ്തപ്പോൾ. എങ്കിലും പുതിയൊരു കണ്ണട മേടിച്ച് ഒരുപാട് നേരം 1 മണി വരെ അവിടെ നിന്നിട്ടാണ് പോകുന്നത്. കാരണം പപ്പക്ക് പറ്റിയൊരു കണ്ണടയുടെ ഫ്രെയിം സെറ്റാകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ലെൻസ് കാർട്ടിൻ്റെ തന്നെ രവിപുരത്തുണ്ട്. അങ്ങോട്ട് പോകണമെങ്കിൽ അവിടെ കുറേ സെലക്ഷൻ ഉണ്ട്. പക്ഷെ നമുക്ക് നേരമില്ല. എനിക്കാണെങ്കിൽ മടിയാണ് അങ്ങനെയൊക്കെ പോയി. അതുകൊണ്ട് അവിടെ ഉണ്ടായത് എടുത്തുകൊണ്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ പപ്പക്ക് ഗോൾഡ് ഫ്രെയിമൊക്കെ ആദ്യം വെച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷെ എന്തോ ഗോൾഡ് ഫ്രെയിമെല്ലാം പപ്പക്ക് അത് പറ്റൂല, ഇങ്ങനെ അകന്നൊക്കെ പോകുമെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ കുറേ ഫ്രെയിമുകൾ വെച്ച് നോക്കി, ഒരു രക്ഷയില്ല. മിക്ക ഫ്രെയിമുകളും പപ്പക്ക് വെക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ലൂസായിട്ടാണ് കിടക്കുന്നത്. കാരണം പപ്പക്ക് ഭയങ്കര ഒട്ടിയിരിക്കണ മുഖമാണ് പപ്പട. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഫ്രെയിമുകളൊക്കെ ലൂസായിട്ടാണ് കിടക്കണം. അത് ടൈറ്റ് ചെയ്താൽ അതാകില്ല. അല്ലാതെ തന്നെ അതിൻ്റെ ഫുൾ ഫ്രെയിം ഇങ്ങനെ വലുതാണ് പപ്പക്ക് വെക്കുമ്പോൾ. അങ്ങനെ എന്തോരം വെച്ചിട്ടും ഒരു രക്ഷയില്ലായിരുന്നു. 1 മണി വരെ അവിടെ നിന്ന്, രാവിലെ പോയിട്ട് 1 മണി വരെ അവിടെ നിന്ന് നോക്കി അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇനി നിങ്ങൾ നോക്കി തന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് ഞങ്ങൾ പോകൂല, അത്രയും ബുദ്ധിമുട്ടായി. അവരും ഞങ്ങളോടൊപ്പം നിന്ന് നോക്കി നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നത് പപ്പക്ക് വെച്ച് കഴിയുമ്പോഴത്തേക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ. ഒരു പപ്പക്കാണെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ഫ്രെയിം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ഗോൾഡ് ഫ്രെയിമിലായിരുന്നു പുള്ളിയുടെ കണ്ണ്. ഗോൾഡ് ഫ്രെയിം വെച്ചിട്ട് എന്തൊക്കെയോ മിസ്റ്റേക്കാണ് അവർ പറഞ്ഞത്. നമുക്കൊന്നും തോന്നിയില്ല. അപ്പോൾ അവർ പറഞ്ഞത് അകന്നു പോകും, പിന്നെ അത് കണ്ണിലിരിക്കൂല, ഊരി വീഴുമെന്നൊക്കെ പറഞ്ഞ് അതവിടെ വെച്ചിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് ഫ്രെയിം തന്നെ എടുത്തിട്ട് പോന്നിട്ടാ. കിട്ടിയിട്ടില്ല. അവിടെ ഓർഡർ കൊടുത്തിട്ട് പോന്നിട്ടുണ്ട്. ഇനി അവരുടെ ലെൻസെല്ലാം വന്ന് അത് വെച്ചിട്ട് വേണം എല്ലാം തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇല്ലേ, ഞാനിവിടെ വീട്ടിലെത്തി 1 മണി കഴിഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ല. വന്ന വഴിക്ക് ഇത്തിരി പഴമൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നു. ഇപ്പോൾ ഇവിടെ ഇത്തിരി പരിപ്പും പപ്പടം ഉണ്ടായിരുന്നത്. ഞാൻ വേഗം പരിപ്പ് വേവിച്ചിട്ട് അപ്പളമാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് അപ്പളം. അതും കൂടി ഒന്ന് വറുത്തെടുത്തിട്ട് റിച്ചാർഡിന് ആദ്യം ഞാൻ ഇത് എരിവിടാത്ത മറ്റേ പരിപ്പ്, കട്ടിപ്പരിപ്പില്ലേ, നെയ്യിട്ടത്, അതിന് വേണ്ടിയിട്ട് ഒരിത്തിരി ആദ്യം താളിച്ച് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒരിത്തിരി പരിപ്പ്. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ നമ്മൾ തേങ്ങയൊന്നും അരക്കേണ്ട ആവശ്യം, തേങ്ങ അരച്ചിട്ട് കുളമായി പോയതാണ്, കൊള്ളൂലെന്ന് പറഞ്ഞ് പിള്ളേർ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. പപ്പക്ക് നല്ല ഇഷ്ടപ്പെട്ട് ഈ ഒരു നെയ്യിട്ട പരിപ്പ്. ഇതൊന്നും ഇടാതെ, മുളക് പൊടിയൊന്നും ഇടാതെ, പിന്നെ മുളക് പൊടി ഇട്ടതും കൂടി ആക്കിയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ചെയ്തത് റിച്ചാർഡ് കണ്ടിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞടാ, ഞാൻ നിനക്ക് ഇങ്ങനെ പരിപ്പ് കറി നെയ്യിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവനത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അപ്പളം ഉണ്ട്, അതൊക്കെ ഇഷ്ടമാണ് കഴിക്കാം. അപ്പോൾ അവൻ പറയും, മമ്മിനോട് ആര് പറഞ്ഞ് ഫുഡ് ഉണ്ടാക്കാനായിട്ട്? ഇത്രയും നേരം കഴിഞ്ഞ് ഇവിടെ എത്തിയതാണ്, എന്നിട്ട് വീണ്ടും പോയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ മമ്മിനോട് ആരാ പറയുക? ഞാനെല്ലാം ഓർഡർ ചെയ്ത് വെച്ചേക്കണേ. ഞാൻ എന്തിനാടാ ഇങ്ങനെ ഈ പൈസ ഇങ്ങനെ കളയാൻ? ഞാനിത് നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുകയും ചെയ്യാം, എന്നാൽ ഒരു സിമ്പിളായിട്ട് ഒരു ദിവസം അങ്ങനെ അങ്ങോട്ട് പോകാമല്ല എന്ന് പറഞ്ഞിട്ട് അവനരിശം. കാരണം അവന് ഓർഡർ ചെയ്ത് ഇട്ടത് ഞാൻ അറിഞ്ഞും കൂടിയില്ല. അങ്ങനെ ഏതായാലും പരിപ്പ് കറിയൊക്കെ വെച്ചിട്ട് ഞാനും പപ്പയും അതൊക്കെ തന്നെ കഴിച്ചിട്ടാണ്. ഓർഡർ ചെയ്തതൊക്കെ അവരോട് തന്നെ കഴിച്ചോന്ന് പറഞ്ഞ്, രാത്രിത്തൊക്കെ കൊടുത്തോന്ന് പറഞ്ഞ്. പിന്നെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കഴിക്കാനായിട്ട് ചപ്പാത്തി, ഇഡ്ഡലി ഇതെല്ലാം പുറത്തെടുത്ത് വെച്ചേക്കാനാണ്. അപ്പം ഞാൻ വിചാരിച്ച് ചപ്പാത്തിയും പരിപ്പ് കറിയൊക്കെ കൂട്ടി കഴിക്കാം. എങ്കിലും ഇത്തിരി ചോറൊന്നുമില്ലെങ്കിൽ ഒരു വിഷമമാണ്. അപ്പോൾ ഇത്തിരി മാത്രം ചോറെടുത്ത് കാലത്ത് നമ്മൾ ചപ്പാത്തിയും ബുർജിയായിരുന്നു കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇഡ്ഡലി. നമ്മൾ ചപ്പാത്തിയൊക്കെ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതുകൊണ്ട് ചപ്പാത്തിയൊക്കെ ചൂടാക്കിയാണ് രാവിലെ കഴിച്ചത്. ബുർജി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ചപ്പാത്തിയും പിന്നെ ഇഡ്ഡലിയുടെ ബാക്കിയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ചപ്പാത്തിയൊക്കെ ഇങ്ങോട്ട് കഴിച്ച് തീർത്തേക്കാം, പിന്നെയും പിന്നെ ഇരുന്ന് അവിടെ ആ സ്ഥലം ഒഴിഞ്ഞ് കിട്ടട്ടെ എന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ അവർ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 4 സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് പോലും ഞാൻ നോക്കിയില്ലെന്നുള്ളതാണ് സത്യം. ഇതൊന്നും എടുത്തില്ല. ഞാനും പപ്പയും ചോറും
പരിപ്പ് കറി അപ്പളമൊക്കെ കൂട്ടിയിട്ട് കഴിച്ച് ഇവരോട് പറഞ്ഞ് ഇതെല്ലാം സൂക്ഷിച്ച് കഴിച്ചിട്ട് രാത്രിത്തേക്ക് വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് രാത്രി ഇത് കൂട്ടാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവരെ ഇത് കഴിച്ചോളാൻ പറഞ്ഞ് നമുക്കിത് വേണ്ട, നമുക്ക് അങ്ങനെ കഴിക്കാൻ തോന്നണില്ല, നമ്മളിത് കഴിച്ചുകൊണ്ടിരുന്നതല്ലേ. അങ്ങനെ ഇനി ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുമൊക്കെ ഈ പരിപ്പ് കറിയുടെ കൂട്ടത്തിൽ കഴിക്കാമല്ല എന്നോർത്ത് അതുമൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക്